നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കിടയിൽ ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. സ്വർണമാണോ അതോ വെള്ളിയാണോ ഇപ്പോൾ നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യം? അതും കയ്യിൽ കൊണ്ടു നടക്കാൻ പ്രയാസമുള്ള ബാറുകളോ നാണയങ്ങളോ അല്ലാതെ സുരക്ഷിതമായ ഡിജിറ്റൽ രൂപത്തിൽ നിക്ഷേപിക്കാവുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അഥവാ ETF-കളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സ്വർണവും വെള്ളിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അവയുടെ ഉപയോഗത്തിലാണ്. സ്വർണം പ്രധാനമായും ഒരു സുരക്ഷിത നിക്ഷേപമായും ആഭരണങ്ങളുമായാണ് കരുതപ്പെടുന്നത്. എന്നാൽ വെള്ളിക്ക് ഇത് കൂടാതെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടിയുണ്ട്. ഇലക്ട്രോണിക്സ്, സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ വളർന്നു വരുന്ന മേഖലകളിൽ വെള്ളിയുടെ ഉപയോഗം കൂടുതലായതിനാൽ വെള്ളിയിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വ്യാവസായിക ഉൽപ്പന്നത്തിൽ കൂടിയാണ് നിക്ഷേപിക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സിൽവർ ETF-കൾ ഗോൾഡ് ETF-കളേക്കാൾ കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ട്. അതായത് വെള്ളിയുടെ വില വളരെ വേഗത്തിൽ മുകളിലേക്കും താഴേക്കും മാറാൻ സാധ്യതയുണ്ട്. വിപണിയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ സ്വർണത്തെക്കാൾ വേഗത്തിൽ ലാഭം നൽകാൻ വെള്ളിക്ക് സാധിക്കാറുണ്ട്. എന്നാൽ വിപണി ഇടിയുമ്പോഴും ഇതേ വേഗത വെള്ളിക്കുണ്ടാകും. അതുകൊണ്ട് അല്പം റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് സിൽവർ ETF-കൾ മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. മറുവശത്ത് ഗോൾഡ് ETF-കൾ കൂടുതൽ സ്ഥിരതയുള്ളതാണ്. സാമ്പത്തിക അനിശ്ചിതത്വങ്ങളോ യുദ്ധ സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ സ്വർണം എപ്പോഴും തിളങ്ങും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സുരക്ഷിത കവചമായി ഗോൾഡ് ETF-കളെ കാണാവുന്നതാണ്. നിലവിലെ വിപണി സാഹചര്യത്തിൽ നിക്ഷേപകർ എന്ത് ചെയ്യണം? വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആകെ നിക്ഷേപത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഈ ലോഹങ്ങൾക്കായി മാറ്റിവെക്കാനാണ്. ഉദാഹരണത്തിന് 10 മുതൽ 15% വരെ സ്വർണത്തിലും വെള്ളിയിലുമായി നിക്ഷേപിക്കാം. ഇതിൽ തന്നെ കൂടുതൽ സ്ഥിരത ആഗ്രഹിക്കുന്നവർ സ്വർണത്തിനും വലിയ ലാഭസാധ്യത നോക്കുന്നവർ വെള്ളിക്കും മുൻഗണന നൽകാം. വെള്ളി വിലയിൽ ഇപ്പോൾ കാണുന്ന താൽക്കാലിക ഇടിവുകൾ സിൽവർ ETF-കൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല അവസരമായിരിക്കാം. കാരണം ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ ദീർഘകാല അടിസ്ഥാനത്തിൽ വെള്ളിക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് പല അനലിസ്റ്റുകളും വിശ്വസിക്കുന്നു. എങ്കിലും ഏതൊരു നിക്ഷേപവും പോലെ വിപണിയിലെ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. ഇന്ത്യയിൽ പരിഗണിക്കാവുന്ന ഏറ്റവും മികച്ച കുറച്ച് സിൽവർ ETF-കളെ കുറിച്ചുകൂടി നമുക്കിന്ന് മനസ്സിലാക്കാം. നിപ്പോൺ ഇന്ത്യ സിൽവർ ETF ആണ് ഇതിൽ ആദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിൽവർ ETF ആണിത്. ഏകദേശം 28,944 കോടി രൂപയുടെ ആസ്തി ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 272% ലാഭം നൽകിയ ഫണ്ട് 3 വർഷത്തെ കാലയളവിൽ 69% റിട്ടേൺസ് രേഖപ്പെടുത്തി. ICICI Prudential സിൽവർ ETF ആണ് അടുത്തത്. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആസ്തി 14,828 കോടി രൂപയാണ്. ഒരു വർഷത്തെ ലാഭത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണിത്. 274% റിട്ടേൺ നൽകിയിട്ടുണ്ട്. 3 വർഷത്തെ പ്രകടനം നോക്കിയാൽ 70% ലാഭവുമായി ഈ വിഭാഗത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട്. HDFC സിൽവർ ETF-ഉം പട്ടികയിലുണ്ട്. HDFC ഗ്രൂപ്പിൽ നിന്നുള്ള ഈ ഫണ്ടിന് 6,074 കോടി രൂപയുടെ ആസ്തിയുണ്ട്. കഴിഞ്ഞ ഒരു വർഷം 269% ലാഭവും 3 വർഷത്തിനിടയിൽ 69% നേട്ടവുമാണ് നിക്ഷേപകർക്ക് നൽകിയത്. SBI സിൽവർ ETF ഫണ്ടാണ് അടുത്തത്. ഏകദേശം 4,747 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ ഫണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 272% ലാഭം നൽകി. ഇത് പുതിയ ഫണ്ട് ആയതിനാൽ 3 വർഷത്തെ ഡാറ്റ ലഭ്യമല്ല. കൊട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ടിന്റെ കൊട്ടക് സിൽവർ ETF സ്കീമിന് 3,379 കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത്. ഒരു വർഷത്തെ ലാഭം 273%, 3 വർഷത്തെ നേട്ടം 69%. ആദിത്യ ബിർള സൺലൈഫ് സിൽവർ ETF പരിഗണിക്കാവുന്ന ഒന്നാണ്. 2,895 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ ഫണ്ട് കഴിഞ്ഞ ഒരു വർഷം 273% ലാഭവും 3 വർഷത്തെ കാലയളവിൽ 68% നേട്ടവും കൈവരിച്ചിട്ടുണ്ട്. ടാറ്റ സിൽവർ ETF നിക്ഷേപകരെ അത്ഭുതപ്പെടുത്തിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2,883 കോടി രൂപ ആസ്തിയുള്ള ടാറ്റ സിൽവർ ETF കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 287% ലാഭമാണ് നൽകിയത്. ഇതിന്റെ 3 വർഷത്തെ ഡാറ്റ നിലവിൽ ലഭ്യമല്ല. 2,172 കോടി രൂപ ആസ്തിയുള്ള DSP സിൽവർ ETF കഴിഞ്ഞ ഒരു വർഷം 274% നേട്ടവും 3 വർഷത്തിനിടയിൽ 69% നേട്ടവും നൽകി. ആക്സിസ് സിൽവർ ETF ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന്റെ ഈ സിൽവർ ETF-ന് 1,473 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഒരു വർഷം 272% ലാഭവും 3 വർഷത്തിനിടയിൽ 69% ലാഭവും ഈ ഫണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UTI സിൽവർ ETF പട്ടികയിലെ 10ാമത്തെ ഫണ്ടാണ്. UTI സിൽവർ ETF 1,375 കോടി രൂപയുടെ ആസ്തിയാണ് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം 270% ലാഭം നൽകിയിട്ടുണ്ട്. 3 വർഷത്തെ കണക്കുകൾ ലഭ്യമല്ല. വെള്ളിയിൽ നിക്ഷേപിക്കുന്നത് മാത്രം പോരാ. ലാഭം ലഭിച്ചാൽ എത്ര ഭാഗം സർക്കാരിലേക്ക് നികുതിയായി നൽകണമെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് സിൽവർ ETF-കൾ സ്വർണത്തെക്കാളും ഫിസിക്കൽ സിൽവറിനേക്കാളും ആകർഷകമാകുന്നത്. നിങ്ങൾ ഒരു സിൽവർ ETF വാങ്ങി ഒരു വർഷം കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ വെറും 12.5% നികുതി നൽകിയാൽ മതി. എന്നാൽ ഒരു വർഷത്തിന് മുൻപ് വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ടാക്സ് സ്ലാബ് ബാധകമാകും.
ഫിസിക്കൽ സിൽവർ വാങ്ങുമ്പോൾ നമ്മൾ നൽകുന്ന 3% GSTയും പണിക്കൂലിയും ETF-കൾക്ക് നൽകേണ്ടതില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാലയളവിലേക്കും ദീർഘകാലത്തേക്കും വെള്ളിയിൽ നിക്ഷേപിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ETF-കൾ തന്നെയാണ്. എങ്കിലും വെള്ളിയുടെ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം കണക്കിലെടുത്ത് നിങ്ങളുടെ ആകെ നിക്ഷേപത്തിന്റെ 10 മുതൽ 15% വരെ മാത്രം ഇതിനായി മാറ്റിവെക്കുന്നതാണ് സുരക്ഷിതം.